അതായത് സംശയരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആയുസ്സിൽ സംശയരോഗമായിരിക്കും. ഒരു കാലത്തും ആ രോഗം തീരാൻ പോകുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? സംശയരോഗത്തിൻ്റെ റീസൺ, ഒരു വ്യക്തി, ഒരു സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പുരുഷനായിക്കോട്ടെ, നമുക്കൊരു പുരുഷനെ എടുക്കാം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സംശയിക്കുവാണെങ്കിൽ അവൻ അത്തരക്കാരനാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അയ്യോ അവൾ അങ്ങനെയാണോ എന്നുള്ള ആ തോന്നൽ, അവൾ എന്നെ പോലെയാണോ എന്നുള്ള തോന്നൽ വരുന്നത്, മനസ്സിനകത്തൊരു ഈഗോ, ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാവുന്നത് അവൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഒരു ലേഡി ഒരു പുരുഷനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അവൾ അങ്ങനെ ആയതുകൊണ്ടാണ് അവൾ അവനെ സംശയിക്കുന്നത്. അപ്പോൾ സംശയരോഗം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. അതൊരിക്കലും തിരുത്തി എഴുതാനോ കഴിയില്ല ആർക്കും. ഞാൻ പറയുന്നത്, ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയെ പറയാൻ ഒരിക്കലും യോഗ്യനല്ല, അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? സപ്പോസ് ഒരു പുരുഷൻ തെറ്റ് ചെയ്തിട്ട് ആ പുരുഷൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പുരുഷൻ്റെ ഭാര്യയെ തെറ്റ് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം ആ പുള്ളി തെറ്റ് ചെയ്തിട്ടല്ലേ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നിട്ട് ഭാര്യയെ കാണുമ്പോൾ ചക്കരേ, തേനേ, മുത്തേ, പാലേ, പൊന്നേ, നീയാണ് എൻ്റെ കരളെന്ന് പറയും. ചുമ്മാതാ. ഇതൊക്കെ വെറും അഭിനയം, ഒന്നാം തരം അഭിനയമാണ്. മനസ്സിലാവുന്നുണ്ട്? അത് മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നു ചിലരൊക്കെ. അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഭാര്യമാർ വീട്ടിൽ സെൻട്രൽ ജയിൽ ജീവിതം അനുഭവിച്ച് ഭർത്താവിനെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുമ്പോഴും അവന്മാർ പുറത്തോട്ട് പോയിട്ട് അവന്മാർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഒത്തിരി പേരോട് സംസാരിക്കുന്നുണ്ട്, യാത്രകൾ ചെയ്യുമ്പോൾ മിങ്കിൾ ചെയ്യുന്നുണ്ട്, കോണ്ടാക്ട് നമ്പർ വാങ്ങുന്നുണ്ട്, അവരെല്ലാം അടിച്ചു പൊളിക്കുന്നുണ്ട്, ഹാപ്പിയായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഭാര്യമാർക്ക് ജീവിച്ചാലെന്താ, അല്ലേ? ഭർത്താക്കന്മാർക്ക് ഒരു പെണ്ണിനെ നോക്കാം, അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനോട് സംസാരിക്കാം, അവളോട് ചാറ്റ് ചെയ്യാൻ നമ്പർ മേടിക്കാം. പക്ഷെ ഭാര്യമാരെ ആരെങ്കിലും ഒന്ന് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അയ്യോ പോയി, എല്ലാം പോയി, ഒരു മുട്ട ഉടഞ്ഞതുപോലെ എല്ലാം പോയി. അതെന്താ അങ്ങനെ? രണ്ടൊരു പക്ഷം എന്താണ്, രണ്ടുപേർക്കും തുല്യമായിട്ടുള്ളത് മതി, അല്ലേ? ശരിയല്ലേ? അത് ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? അങ്ങനെ രണ്ടൊരു പക്ഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവന് തെറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവൾക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അവന് സന്തോഷിക്കാമെന്നുണ്ടെങ്കിൽ അവൾക്കും സന്തോഷിക്കാം. അവളെ സെൻട്രൽ ജയിലിൽ ജീവിതം ജീവിക്കാൻ വിട്ടിട്ട് അവൻ ഹാപ്പിയായിട്ട് അടിച്ചു പൊളിക്കാം. അതെന്താണ് സംഭവം? അങ്ങനെ ഒരു സംഭവമേ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. സന്തോഷം രണ്ടുപേർക്കും ഉള്ളതാണ്, അല്ലേ? അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റണം. അവളും അങ്ങനെയാണോ? അതിൻ്റെ അർത്ഥം അവൾ അങ്ങനെ ആയതുകൊണ്ടാണ് അവളും അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവളും അങ്ങനെയാണെന്ന് ചോദിക്കരുത്. അവൻ ചെയ്യുന്നത് പോലെ അവളും ചെയ്യട്ടെ, ഒത്തൊരുമയോടുകൂടി പോവുക, അല്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്യുക. അതാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് അതാണ് വേണ്ടത്. ഇങ്ങനെ വച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ എന്താണ് പറയുന്നത്, കാലം കഴിച്ച് കൂട്ടുന്നതിനെക്കാട്ടിലും രണ്ടുപേരും തനിയെ പോയി സന്തോഷമായി ജീവിക്കുക. ഇന്നത്തെ കാലത്ത് ഒരുപാട് കുടുംബങ്ങളൊന്നും ഒന്നിച്ചു പോകാറില്ല. കാരണം ഒത്തിരി കുടുംബങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചിലരത് പുറത്ത് പറയും, ചിലരത് പുറത്ത് പറയുന്നില്ല. അവരുടെ മാനം വെളിയിൽ പോകും, അല്ലെങ്കിൽ നാണക്കേടാണ്, അവരുടെ വില പോകും എന്ന് കരുതിയിട്ട് ചിലർ പറയുന്നില്ല. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ ഉള്ളിലൊതുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഹാർട്ട് അറ്റാക്കും സൈലൻ്റ് അറ്റാക്കും ഒക്കെ വരുന്നത്. നമ്മളറിയാതെ പോകുന്നു. പക്ഷെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് കേട്ടോ, നല്ല പെണ്ണുങ്ങളുണ്ട്. അവരുടെ ഭർത്താവിനെ മാത്രം, അവരുടെ ജീവിതത്തിൽ തൊട്ട് താലി കെട്ടിയ അല്ലെങ്കിൽ സിന്ദൂരം ചാർത്തിയ ആ പുരുഷനെ മാത്രം ചിന്തിച്ച് അവർ ആ വീട്ടിൽ ഒതുങ്ങിക്കൂടും. അവരുടെ സന്തോഷങ്ങളും എല്ലാം മറന്ന്, അവരുടെ ആഗ്രഹങ്ങളൊക്കെ മറന്നവർ ആ വീട്ടിൽ ജീവിക്കുമ്പോൾ അവന്മാർ പുറത്തോട്ട് പോയി ലാവിഷായിട്ട് അടിച്ച് പൊളിച്ച് ഹാപ്പിയായി അവന്മാർ തിരിച്ചു വരുമ്പോൾ പറയുന്നൊരു ഡയലോഗുണ്ട്, ചക്കരേ, മുത്തേ, പൊന്നേ, നീയാണ് എൻ്റെ കരളെന്ന്. വെറുതെയാ. ഇതൊന്നും കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. നിസ്സാരം. ഇവൻ്റെ ഭാര്യയും കൊണ്ട് പുറത്തോട്ട് പോകുമ്പോൾ ഇവൻ ചെയ്യുന്ന തെമ്മാടിത്തരം എന്തുവാണെന്നറിയോ? നല്ലൊരു സുന്ദരിയായ ഭാര്യയായിരിക്കും ഇവൻ്റെ പുറകിലിരിക്കുന്നത്. പക്ഷെ റോട്ടിൽ കൂടെ ഒരു പെണ്ണ് പോയി നോക്കട്ടെ, അവൻ അവളെ വഴി നോക്കി വശീകരിക്കും. നല്ല ഭാര്യയാണ് പുറകിലിരിക്കുന്നത്. ഈ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടെ ബൈക്കിൽ പോകുമ്പോൾ, നിങ്ങൾ ബുള്ളറ്റിലോ ബൈക്കിലോ പോകുമ്പോൾ നിങ്ങൾ പുറകിലിരുന്നിട്ട് ആ കണ്ണാടിയുടെ ഗ്ലാസ്സിൽ കൂടെ ഒന്ന് നോക്കി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സത്യമാണോ എന്നറിയാൻ പറ്റും. റോട്ടിൽ കൂടെ പോകണമെന്ന് പെണ്ണുങ്ങളെ നോക്കി വശീകരിക്കും. നല്ലൊരു ഭാര്യയാണ് വീട്ടിൽ ഇരിക്കുന്നത്. എന്തോ കാര്യത്തിനാ? ഒരു പ്രയോജനത്തിനുമില്ല. അങ്ങനെ ഉള്ളവന്മാരാണ് യവന്മാർ. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പിന്നെ 1000-1 നല്ലത് എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. എങ്കിലും ഇപ്പം മരുന്നിന് പോലും ഉണ്ടോ എന്നുള്ളത് സംശയമുള്ളൂ. എനിക്കത്
തെളിയിക്കാൻ കഴിയുന്നില്ല. മരുന്നിന് പോലും അങ്ങനൊരു പുരുഷനോ സ്ത്രീയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ട് കൈ കൊട്ടുമ്പോഴാണല്ലോ സൗണ്ട് കേൾക്കുന്നത്. ഒന്നീ പുരുഷൻ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സ്ത്രീയും അങ്ങനെ ആവുന്നത്, അല്ലെങ്കിൽ സ്ത്രീ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പുരുഷനും അങ്ങനെ ആവുന്നത്. ചിലപ്പോൾ നല്ല പുരുഷന്മാർ കാണും, പക്ഷെ അവൻ്റെ ഭാര്യമാർ കൊള്ളത്തില്ലായിരിക്കും. അപ്പോൾ പിന്നെ അവന്മാരും വഴിതെറ്റിപ്പോവും. ചിലപ്പോൾ നല്ല സ്ത്രീകൾ കാണും, ഭർത്താവ് കൊള്ളത്തില്ലായിരിക്കും, അപ്പോൾ അവളുമാരും വഴുതി നോക്കി നോക്കി സഖിയിടുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ബുദ്ധി വരും, ഇനിയിപ്പോൾ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ സന്തോഷം കണ്ടെത്താം. അപ്പോൾ അവരവരുടെ വഴി തേടിപ്പോവും. ഇതാണ് സംഭവിക്കുന്നത്. ജനിക്കുമ്പോൾ ആരും കള്ളനോ കൊലകാരനോ പിടിച്ചു പറിക്കാരനോ ആവുന്നില്ല, സാഹചര്യങ്ങൾ ഓരോന്നിലെത്തിക്കുന്നു. പിന്നെ ചില തെമ്മാടികളുണ്ട്, ആണിലും പെണ്ണിലും വളരെ വൾഗറായിട്ട് മോശമായി പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ പലതരം 3-4 തരം ഐറ്റമുള്ള ആൾക്കാരാണിപ്പോൾ. നമുക്ക് ആരെയും മനസ്സിലാക്കാൻ കഴിയാതെ പോകും. മനസ്സിലാവുന്നുണ്ട്? എത്ര കിട്ടിയാലും തികയാത്ത കുറേ മനുഷ്യർ. മതി എന്ന് പറയുന്നൊരു സാധനം ഭക്ഷണം മാത്രമേ മതി എന്ന് പറയത്തുള്ളൂ. ഫുഡ് കൊടുത്താൽ വയറ് നിറയുമ്പോൾ മതി എന്ന് പറയും, വേറൊന്നും മതി എന്ന് പറയില്ല. നിസ്സാര സെക്സ് ഉൾപ്പെടെ മതി എന്ന് പറയത്തില്ല. അതാണ് ഇന്നത്തെ കാലം, പ്രത്യേകിച്ച് കാശ്. അതാണ് ഇന്നത്തെ മനുഷ്യർ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യണമെന്ന് തോന്നി. കാരണം അതാണ് സത്യം. ആ ലേഡി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, പക്ഷേ എന്നോട് എപ്പോഴും അഭിനയിക്കും വന്നിട്ട്, ചക്കരയെ തേനെ പാലയെ മുത്തേ നീയാണ് എൻ്റെ കരളെന്ന്. പക്ഷേ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായത്, ചക്കരയും തേനും പാലും ഒന്നും അവളല്ല, വേറെ പലരും ആയിരുന്നു. അത് സത്യമാണ്, അത് സത്യമാണ്. നമ്മളോട് ഈ കാണിക്കുന്നതൊക്കെ ഒന്നാം തരം അഭിനയമാണ്, പക്കാ ഫ്രോഡെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം ഫ്രോഡാണ് കാണിക്കുന്നത്. വാട്സപ്പിലും ഫേസ്ബുക്കൊക്കെ എടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? ഇൻസ്റ്റഗ്രാം തുറക്കുന്നത് എന്തിനാണെന്നറിയോ? പുരുഷന്മാരിൽ ചിലർ, പെണ്ണുങ്ങളിലും ചിലർ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ എടുക്കുന്നത് എന്തിനാണ്? ചാറ്റാൻ, വീഡിയോ കോൾ വിളിക്കാൻ, ചാറ്റാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പോയി പരിശോധിച്ച് നോക്ക്. ഞാൻ കള്ളം പറയുവാണെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുറന്ന് നോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുറന്ന് നോക്ക്. എത്ര വീഡിയോ കോൾ കാണാം, എത്ര കോണ്ടാക്ട് നമ്പർ കാണാം, എത്ര ചാറ്റുകൾ കാണാം. വീട്ടിൽ ഇരിക്കുന്നവരുടെ തികയാഞ്ഞിട്ടാണ് അവർ ഈ ചാറ്റാൻ പോകുന്നത്. വീട്ടിലരി മേടിച്ചു കൊടുക്കത്തില്ല, വീട്ടിൽ വിളിച്ച് സംസാരിക്കാൻ സമയമില്ല. ഭാര്യ വിളിച്ചപ്പോൾ അയ്യോ ഭയങ്കര തിരക്കാണ് മോളെ, മുത്തേ തിരക്കാണ്, ഞാൻ വിളിക്കാവേ. പക്ഷെ അവൻ വിളിക്കുന്നത് അവൻ്റെ വേറെ കാമുകിയാണ്, വിളിച്ച് മണിക്കൂറോളം സൊല്ലും. അതിനവന് തിരക്കില്ല. മനസ്സിലാവുന്നുണ്ട്? ഭർത്താവ് വിളിക്കുമ്പോൾ അയ്യോ ചേട്ടാ ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, ഞാൻ തിരക്കില്ല ചേട്ടാ, ഞാൻ വിളിക്കാം. എവളുമാർ വേറെ കാമുകന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ട്? ചതി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ എടുക്കുന്നത് ഇതിനാ, ചാറ്റാൻ, മെസ്സഞ്ചറിൽ. കള്ളത്തരം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ മറ്റേ കപ്പൽ കമന്നത് പോലെ ഇങ്ങനെ അഭിനയിക്കും. ഇപ്പം ഡിലീറ്റ് ചെയ്യണോ? എൻ്റെ മോക്ക് വേണ്ടി ഇപ്പം ഡിലീറ്റ് ചെയ്യണോ? എൻ്റെ മോക്ക് വേണ്ടി ഇപ്പം കളയണോ? എവിടെ കളഞ്ഞാലും അക്കൗണ്ട് എവിടെയെങ്കിലും കിടക്കണം. കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞില്ലേ, കളഞ്ഞിട്ട് എന്ത് കാര്യം? ഫേസ്ബുക്ക് കളഞ്ഞിട്ട് ഫേസ്ബുക്ക് 10,000 ഫേസ്ബുക്ക് എടുക്കാം. ഒരാൾക്ക് 19 ഫേസ്ബുക്കൊക്കെ വേണം. ചില ആളുകൾ ഫേസ്ബുക്ക് എടുത്തിരിക്കുകയാണ്, ഒരാളുടെ അക്കൗണ്ടാണ് 19 ഫേസ്ബുക്ക് അല്ലെ 15 ഫേസ്ബുക്ക്. ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ? ഫേസ്ബുക്ക് കൊണ്ടെന്ന് തിന്നുവാണ്. കാരണം വൈഫ് ഓരോ ഫേസ്ബുക്കും കണ്ടുപിടിക്കുമ്പോൾ, കള്ളത്തരം കണ്ടുപിടിക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യും. ഭാര്യയ്ക്ക് വേണ്ടി ഡിലീറ്റ് ചെയ്യും, ഭാര്യയെ കാണാതെ പുതിയതെടുക്കും. അങ്ങനെയാണ് ഈ 19-20 ഒക്കെ ആയിപ്പോകുന്നത്. വല്ലാത്തൊരു ദുരിതം തന്നെ. മനുഷ്യരുടെ ഓരോ ആഗ്രഹങ്ങളെ. ഫേസ്ബുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ചിലർക്ക്, ഇത് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ചിലർക്ക്. എന്നാൽ കുടുംബവും വേണം. 10 തോണിയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? 10 തോണിയും കൂടെ ഒരു പങ്കായത്ത് തുഴയാൻ നിന്നാൽ എവിടെ നടക്കാനാണ്? തുഴയാൻ ഒരാളേ ഉള്ളൂ. എന്നാൽ ആഗ്രഹമാണ്, പക്ഷെ തുഴയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? 15 ഫേസ്ബുക്ക്, 20 ഫേസ്ബുക്ക്, 19 ഫേസ്ബുക്കൊക്കെ ഒരു മനുഷ്യൻ്റെ അത്യാർത്ഥി നോക്കിക്കോണേ. അത് ഈ കള്ളത്തരം കണ്ടുപിടിക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഓരോ മനുഷ്യർ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്ത് നോക്ക്. വീഡിയോ കോൾ കാണാം, ഹായ് ഹൂയ് കാണാം, തിന്നോ കിടന്നോ ഉറങ്ങിയോ എന്ന് കേൾക്കാം. കോണ്ടാക്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് കണ്ട് ഞെട്ടിത്തെരിക്കരുത് കേട്ടോ, സന്തോഷിക്കുകയേ ചെയ്യാവൂ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും അതുപോലെ ആവണം. അവരല്ലേ നിങ്ങളുടെ ഗുരു, അവരല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങളും അതുപോലെ ആവാൻ ശ്രമിക്കുക. അവരങ്ങനെ ആണെങ്കിൽ അവർ ഒരു വട്ടം പോയാൽ നിങ്ങൾ 2 വട്ടം പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം അവർ ചെയ്യുന്ന തെറ്റും കണ്ടിട്ട് വീണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ട് സെൻട്രൽ ജയിലിൽ ജീവിക്കാതെ നിങ്ങളും അങ്ങനെ ആകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷം കണ്ടെത്തൂ, എൻജോയ് ചെയ്യൂ, അടിച്ചു പൊളിച്ച് ജീവിക്കൂ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് എൻജോയ് ചെയ്ത് ജീവിക്കണം. എന്താണ് നിങ്ങളുടെ സന്തോഷം, അത് കണ്ടെത്തുക. ആ സന്തോഷത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷം ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കരുത്. എനിക്ക് പറയാനുള്ളത് ഇതാണ്. ആരും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല ആരെയും. എല്ലാം പറ്റിപ്പും ചതിവിൻ്റെ ലോകമാണ്. കുടിക്കുന്ന പച്ചവെള്ളം പോലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്തൊരു കാലമാണ്. അതിലും കൃമിയുണ്ട്. ഏത് വെള്ളമാണ് കൊണ്ടുവരുന്നത്, തോട്ടിലെ വെള്ളമാണോ അല്ല ആറ്റിലെ വെള്ളമാണോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ സന്തോഷം കണ്ടെത്തൂ, എൻജോയ് ചെയ്ത് ജീവിക്കൂ, തെറ്റ് മാത്രം ചെയ്യാതിരിക്കൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. തെറ്റുകളിലേക്ക് പോയാൽ പല പല രോഗങ്ങൾ വരും. അത് കാണാൻ ആൾ കാണില്ല. ഈ വരുന്നവരാരും നമുക്ക് രോഗം വന്നാൽ നമ്മളെ ചികിത്സിക്കില്ല, നമ്മുടെ കൂടെയും കാണില്ല. പക്ഷേ നമുക്ക് സന്തോഷിക്കാമല്ലോ. തെറ്റ് ചെയ്യാണ്ട് പലതരത്തിലും നമുക്ക് എൻജോയ് ചെയ്യാം, സന്തോഷിക്കാം, കറങ്ങാൻ പോവാം, യാത്രകൾ പോവാം, ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാം, വീഡിയോകൾ ചെയ്യാം, അടിച്ചു പൊളിക്കാം, നല്ല നല്ല ഫുഡുകൾ കഴിക്കാം, നല്ല നല്ല വസ്ത്രങ്ങളിടാം. ഇതിൽ പല സന്തോഷം എന്താണ് പെൺകുട്ടികൾക്ക്? ഒന്നുമില്ല അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങാം, യാത്രകൾ പോകാം, നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും ചെയ്യാം, എൻജോയ് ചെയ്യാം. നമ്മുടെ കൂട്ടുകാരത്ത് നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് വേറൊരാൾ കൊണ്ട് തരത്തില്ല ഒരിക്കലും. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. അത് മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി വെക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ കണ്ടും മാമ്പ് കൊണ്ടും കൊതിക്കരുതെന്നാണ്. മക്കൾ വളർന്നു കഴിയുമ്പോൾ അവരവരെ വഴിക്ക് പോകും. ഭർത്താവ് ഒരു പക്വത എത്തിക്കഴിയുമ്പോൾ, ഭർത്താവിൻ്റെ 2 മക്കളൊക്കെ ആയി കഴിയുമ്പോൾ ഭർത്താവിൻ്റെ വഴുതേടി പോകും. പിന്നെ മിക്ക ഭർത്താക്കന്മാരും അഭിനയമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, നിങ്ങൾ എൻജോയ് ചെയ്യൂ, സന്തോഷമായി ജീവിക്കൂ, ആസ്വദിക്കൂ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ആസ്വദിച്ചു അടിച്ചു പൊളിച്ച് ജീവിക്കൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. തള്ളയെ കലിപ്പ് തീരുന്നില്ല, ഒരു നാളും കലിപ്പ് തീരത്തതുമില്ല. ഇത് തന്നെയാണ് പ്രശ്നങ്ങൾ. എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്. കലിപ്പോട് കലിപ്പാണ്, ജീവിതമേ കലിപ്പാണ്.